അതായത് അദ്ദേഹം നിയന്ത്രിക്കുന്ന കമ്പനികൾ. പക്ഷെ ഇതെല്ലാം കൂടി 2.67 കോടി രൂപ നിക്ഷേപമേ അദ്ദേഹത്തിനുള്ളൂ. എന്നാൽ പ്രത്യക്ഷമായും പരോക്ഷമായും രാജീവ് ചന്ദ്രശേഖറിന്റെ നിയന്ത്രണത്തിലുള്ള കമ്പനികളുടെ ആസ്തി മൂല്യം 10,000 കോടി രൂപയെങ്കിലും വരുമെന്ന് വേണം അനുമാനിക്കാൻ. അമ്പട ആനക്കള്ള എന്നാരെങ്കിലും വിളിച്ചാൽ തെറ്റു പറയാനൊക്കുമോ? അതേസമയം ഈ ആരോപണങ്ങളെല്ലാം വ്യാജമാണെന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടി. എല്ലാം നിയമപരമാണെന്നും രാജീവ് വ്യക്തമാക്കി. എന്നാൽ ഇതിനെ അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ? രാജീവ് ചന്ദ്രശേഖർ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചെന്ന പരാതിയുമായി LDF രംഗത്തെത്തി. പ്രധാന കമ്പനിയായ ജൂപ്പിറ്റർ ക്യാപിറ്റൽസിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലും ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നത്. രാജീവ് പണം നൽകി വോട്ടുറപ്പാക്കാൻ ശ്രമിക്കുന്നുവെന്ന് ശശി തരൂരും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. BJPയുടെ മണി പവർ മസിൽ പവർ പൊളിറ്റിക്സ് അതേപടി പയറ്റാനുള്ള രാജീവിന്റെ നീക്കത്തിന് തടയിടാൻ ഈ പരാതികൾക്ക് കഴിയുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം.